തണുപ്പ് കാലത്തും അല്ലാതെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്കാണ് കേട്ടോ. ഡേ ഓർ നൈറ്റ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ബദാമാണ് കുറച്ച് അധികം എടുത്താൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. ഞാനൊരു രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്. നന്നായിട്ട് കുതിർന്ന് വരണം. ഇത് തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മൾ ചതച്ചെടുക്കുന്ന ഉരലില്ലേ, അമ്മിയാണേലും കുഴപ്പമില്ല കേട്ടോ. ഇത് ഞാൻ അടുക്കളയിൽ ഇഞ്ചിയൊക്കെ എടുക്കുന്നതാണ്. ഇതിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം. വളരെ എഫക്റ്റീവാണ് കേട്ടോ. ഈ ഒരു മഞ്ഞുകാലമൊക്കെ അല്ലേ, നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് എപ്പോൾ വേണേലും ഉപയോഗിക്കാം. സ്കിന്ന് നല്ല മോയ്സ്ചർ ചെയ്ത് തന്നെ ഇരിക്കും കേട്ടോ. നല്ല ഒട്ടും തന്നെ നമുക്ക് ഡ്രൈ ആയി തോന്നില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ചതച്ചെടുക്കണം. ആദ്യം തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ പുറത്തോട്ട് പോകുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇത് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ കാണിക്കുന്നത്. ഇത് ഞാൻ റോസ് വാട്ടറാണ് എടുക്കുന്നത് കേട്ടോ. നമ്മളിതിൽ വെള്ളം ചേർക്കുന്നില്ല, കുതിർത്ത് വയ്ക്കാൻ മാത്രമേ വെള്ളം ചേർത്തിട്ടുള്ളൂ. അപ്പോൾ റോസ് വാട്ടർ ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി നോക്കി എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ ആട്ടുകല്ലിലിട്ട് ഇങ്ങനെ ആട്ടിയെടുക്കില്ല, അതുപോലെ ഈ കുഴയിട്ടിട്ട് ഇങ്ങനെ തിരിപ്പിച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് ഇത് ആയി വരും കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഇതിപ്പോൾ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് 2 കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ബദാമൊക്കെ എല്ലാ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും, കടകളിലൊക്കെ വളരെ സുലഭമായിട്ട് ഇപ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട്. അധികം വെള്ളമില്ല, നമ്മൾ റോസ് വാട്ടർ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇത് അരച്ചെടുത്ത ഈ ഒരു കൂട്ടിനെ നമ്മളിതുപോലെ ചായ അരിക്കുന്ന അരിപ്പയിലോട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ താഴെ ഇതിൻ്റെ ആ പാലൊക്കെ വരുന്നുണ്ട്. ബദാം മിൽക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തത്. ഇത് നല്ല എഫക്റ്റീവാണ്. വിൻ്റർ സീസണിൽ മാത്രമല്ല, ഏത് സമയത്ത് ഏത് കാലാവസ്ഥയിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ജ്യൂസൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഗ്ലിസറിനാണ്, നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. ഇത് സ്കിന്നിന് വളരെ നല്ലതാണ് കേട്ടോ ഗ്ലിസറിന്. അപ്പോൾ അത് ഞാനൊരു 1/4 സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ റോസ് വാട്ടർ, ബദാം മിൽക്ക്, അതുപോലെ തന്നെ ഗ്ലിസറിൻ, ഇതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇത് അലോവേര ജെല്ലാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. ഒരു മണവും ഇല്ല, അധികം ഇങ്ങനെ ഒരു കുത്തിയ മണമോ കളറോ ഒന്നുമില്ലാത്ത നല്ലൊരു അലോവേര ജെല്ലാണ് കേട്ടോ. എനിക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ളതാണ്. അപ്പോൾ ഇതും കൂടെ ഒരു 2 സ്പൂണോളം ഇട്ട് കൊടുത്ത് പിന്നെ ഒരു 1/4 സ്പൂണോളം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ നമുക്ക് ഓയിലി സ്കിന്നുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കിയിട്ട് നമുക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒരെണ്ണം പൊട്ടിച്ചൊഴിച്ചാൽ മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഇതിനിങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. ഇതിലൊട്ടും തന്നെ തരിയൊന്നും പാടില്ല കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്യുന്നത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ക്രീമിൻ്റെ അതേ ടെക്സ്ചർ തന്നെയാണ് ഇതിന് വരിക കേട്ടോ. അപ്പോൾ ശരിക്കും കുറച്ച് സ്പീഡിലിങ്ങനെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിപ്പോൾ ശരിക്കും ക്രീം പരുവത്തിലായി വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന ക്രീമിനെക്കാട്ടിലും വളരെ എഫക്റ്റീവാണ് കേട്ടോ. ഇത് കഴുത്തിലും കയ്യിലും കാലിലും ഫുൾ ബോഡിയിൽ നമുക്കിത് അപ്ലൈ ചെയ്ത് എടുക്കാം കേട്ടോ. നൈറ്റിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു സീസണിൽ തേച്ചിട്ട് കിടക്കാറ്. ഇത് നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് നമുക്ക് സാധാരണ നമ്മൾ ഫേസ് പാക്കൊക്കെ ഇട്ട് കുളിക്കില്ലേ, അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഈ ക്രീം അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ക്രീം അപ്ലൈ ചെയ്യാം. അതുപോലെ സ്കിൻ നല്ല ഡ്രൈ ആയിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ സമയത്ത് ഇത് കുറച്ചെടുത്തിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കയ്യിലും കാലിലൊക്കെ എപ്പോഴും അപ്ലൈ ചെയ്യും, പ്രത്യേകിച്ച് ഈ വിൻ്റർ സീസണിൽ. ഇത് കുറച്ചെടുത്തതിന് ശേഷം ഞാനിപ്പോൾ അതിങ്ങനെ കയ്യിൽ കാണിച്ചത്, എനിക്ക് കുറച്ച് ഡ്രൈ സ്കിന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് വരും സ്കിന്നൊക്കെ. കണ്ടോ, ഒട്ടും തന്നെ ഡ്രൈനെസ് ഉണ്ടാവില്ല. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നമ്മൾ അരച്ചെടുത്തതിൻ്റെ ആ ചെറിയ തരികളൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ അതിങ്ങനെ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമ്മൾ അരിച്ചെടുത്തതിൻ്റെ ബാക്കിയുണ്ടല്ലോ അരിപ്പയിലുള്ള, അത് ഞാൻ കുറച്ചും കൂടെ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ടിങ്ങനെ ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുത്തിരുന്നു, കുഴ വെച്ചിട്ട് തിരിച്ചെടുത്തിരുന്നു. ഇത് നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഫേസ് പാക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ട് കേട്ടോ. വളരെ എഫക്റ്റീവാണ്. ഇതിൻ്റെ ബാക്കി വന്നതൊന്നും ഇനി കളയണ്ട കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു ടിന്നിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു ക്രീമാണ്
ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് കേട്ടോ, വിൻ്റർ സീസണിൽ. ഇതിൻ്റെ മുന്നേ ഞാൻ പൊട്ടറ്റോ വെച്ചിട്ടൊരു ക്രീം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ക്രീമാണെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ കുറച്ചെടുത്ത് മുഖത്തും കഴുത്തിലും കയ്യിലൊക്കെ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. വളരെ എഫക്റ്റീവാണ് കേട്ടോ. ഇത് സ്കിൻ വൈറ്റനിങ് ചെയ്യാനൊക്കെ നല്ലതാണ്. ബദാം ഓയിലും ബദാമൊക്കെ വളരെ നല്ലതാണ്. കഴിക്കുന്ന പോലെ തന്നെ നമ്മളെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ റോസ് വാട്ടറും ഗ്ലിസറിനൊക്കെ മെഡിക്കൽ ഷോപ്പിൽ പോലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ഓൺലൈനിലും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണേ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ബദാം ചേർത്തിട്ടുള്ള ക്രീമിനൊക്കെ ഒത്തിരി വിലയാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഞാൻ തേച്ച ആ ഒരു ക്രീം ഇതാണ് കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നു ഇത് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാമെന്ന്. ഏത് ഫേസ് പാക്ക് ഇട്ടിട്ടാണെങ്കിലും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വിൻ്റർ സീസണിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ക്രീം ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവാതിരിക്കാനും സ്കിൻ വൈറ്റനിങ് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ്. ഇത് ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണേ.